അവൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഓർത്തുകൊണ്ടിരുന്ന പോലെ റോമലേഖനം നാം വളരെ ശാന്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാൽ ഏതാണ്ട് 5 അധ്യായം പഠിച്ചു തീർക്കുവാൻ ദൈവം അനുവദിച്ചു. ഒരു വലിയ ഭാഗ്യം തന്നെയായിട്ട് അത് കൺസിഡർ ചെയ്യുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 12 തൊട്ട് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം 21-ാം വാക്യം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. വളരെ സന്തോഷകരമായൊരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകിൽ ആദമിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ. ആദം ഒരു ഫെഡറൽ ഹെഡ്, ക്രിസ്തു മറ്റൊരു ഫെഡറൽ ഹെഡ്. നാം അതുള്ള ബന്ധത്തിൽ പഠിച്ചു. അടുത്തത് 6-ാം അധ്യായം വളരെ പ്രാക്ടിക്കൽ ലൈഫാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ 6-ാം അധ്യായം സഭകളിൽ വീണ്ടും വീണ്ടും പഠിപ്പിക്കണം. വീണ്ടും വീണ്ടും എടുത്ത് സഭകളിൽ പഠിപ്പിക്കേണ്ട ഒരു ചാപ്റ്ററാണ് 6-ാം അധ്യായം. 6, 7, 8 അധ്യായം സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. 3-ാമത്തെ പോർഷൻ അതിൻ്റെ തിയോളജിക്കൽ ടേം, വേദശാസ്ത്ര വാക്ക് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നാണ് ഇനിയും പഠിക്കുന്ന 6-ാം അധ്യായം. നമ്മൾ ഏതാണ്ട് 5-12 തൊട്ട് അത് തുടങ്ങി. എന്നാൽ 6, 7, 8 അധ്യായങ്ങൾ നമ്മളെ ആ വലിയ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു പോകാം. 6-ാം അധ്യായം ഒരു മുഖവുര ഞാൻ പറഞ്ഞോട്ടെ. 6 തൊട്ട് 8-ാം അധ്യായം വരെ നോക്കിയാൽ പൗലോസ് ഇതുവരെ സ്ഥാപിച്ച വിശ്വാസ നീതീകരണത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ്. താനതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഓർത്തു, പൗലോസിൻ്റെ ചിന്താഗതി ഒരു താത്വിക ചിന്താഗതിയാണ് പൗലോസിൻ്റേത്. പൗലോസ് വിശ്വാസത്താൽ നീതീകരണം, ഒന്ന് വിശ്വസിച്ചാൽ മതി, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുകയാണ്, സമൃദ്ധി ലഭിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഉരുത്തിരിയുന്ന ചോദ്യങ്ങളുണ്ട് പലതും. പൗലോസ് തന്നെ ആ ചോദ്യം ചോദിച്ചിട്ട് പൗലോസ് അതിന് മറുപടി പറയുകയാണ്. 1-ാമത്തെ ചോദ്യം നോക്കിയാട്ടെ. ഒന്നാമത് വരുന്ന ഒരു വലിയ ഒരു ചോദ്യമുണ്ട്. അതിന്നും പലരും പറയുന്നുണ്ട്. നമുക്കത് പഠിച്ചു നോക്കാം. ഇങ്ങനെ കൃപയാലൊക്കെയാണ് നീതീകരണമെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരുന്ന ദൈവം കൃപ കാണിക്കുകയാണല്ലോ. കൃപയിലേക്ക് പ്രവേശനവും കിട്ടിയിരിക്കുക. അപ്പം പാപത്തിൽ തുടരാമല്ലോ. ദൈവത്തിൻ്റെ കൃപ കൂടുതൽ നമുക്ക് ലഭിക്കാൻ പാപം ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അത് തന്നെയാണ് 5:20 വായിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നമ്മൾ 6-ലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് 5:20. എന്താ 5:20? എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇവിടെ ചേർന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു. അടുത്ത നോക്കിയേ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ ഒരു ചോദ്യം, ആകയാൽ നാം എന്ത് പറയേണ്ടു? 6-ാം അധ്യായം നോക്കിയാട്ടെ, 1-ാം വാക്യം വായിക്കാം. ആകയാൽ നാം എന്ത് പറയേണ്ടത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. പൗലോസ് ഇതുവരെ പറയുകയാണ്, പാപം വർദ്ധിച്ചെടുത്ത് കൃപയധികം വർദ്ധിച്ചു. നീതീകരണം വിശ്വാസത്താൽ സൗജന്യമായി. പാപം എത്ര വർദ്ധിച്ചു അത്രത്തോളം ദൈവത്തിൻ്റെ കൃപ പെരുകി. നമുക്ക് നൽകിയ അനുഗ്രഹം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ, അധികം ക്രിസ്തു മൂലം അധികമായി. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. പൗലോസ് അതിൻ്റെ മറുപടി പറയുന്നതാണ് 6-ാം അധ്യായം. 6-ാം അധ്യായത്തിലെ പഠനമെന്ന് പറഞ്ഞാൽ ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അതിന് ഡൈയിങ് ടു ലിവ്, ജീവിക്കാൻ വേണ്ടി മരിക്കുക. ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി മരിക്കുക. ഡൈയിങ് ടു ലിവ്, വി നീഡ് ടു ഡൈ ടു ലിവ്. ക്രിസ്ത്യ ജീവിതത്തിൽ വിജയപ്രദമായ ക്രിസ്ത്യ ജീവിതം നയിക്കണോ, മരിച്ചാലേ സാധിക്കുകയുള്ളൂ. അതാണ് 6-ാം അധ്യായത്തിൽ പൗലോസ് ആദ്യം കൊണ്ടിരുന്ന വലിയ വിഷയം. 2-ാമത്തെ വിഷയം പൗലോസ് കൊണ്ടിരുന്നത്, അത് നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യത്തിൽ കാണുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ച ഈ 1-ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി ആദ്യത്തെ 14 വാക്യം, 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യം കൊണ്ടാണ് അതിൻ്റെ മറുപടി നൽകുന്നത്. എന്നാൽ 2-ാമത്തേത് 6:15 തൊട്ട് ഏതാണ്ട് 7:6 വരെ നോക്കിയാൽ, ഇഫ് വി ആർ നോ ലോങ്ങർ അണ്ടർ ലോ then we are free to live as we please. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുമല്ല നമ്മൾ. കൃപയാൽ രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, വി ആർ നോട്ട് അണ്ടർ ലോ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുമല്ല. ന്യായപ്രമാണത്തിൽ നമ്മളെ മോചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. അതിൻ്റെ മറുപടിയാണ് 2-ാമത് പൗലോസ് 6-ാം അധ്യായത്തിൻ്റെ 15 തൊട്ട് 7:6 വരെ കൊണ്ടുവരും. എത്ര മനോഹരമായിട്ട് അത് കൊണ്ടുവരും. നമുക്ക് നോക്കാം, നമ്മളെ ന്യായപ്രമാണം അനുസരിക്കേണ്ടവരാണോ എന്നൊക്കെ നമുക്ക്
അവിടെ വരുമ്പോൾ കാണാം. മൂന്നാമത്തെ ചോദ്യം 7-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 25 വരെയുള്ള വാക്യത്തിൽ പൗലോസ് മറ്റൊരു പഠനം തരുന്നു. യു ഹാവ് മെയ്ഡ് ഗോഡ്സ് ലോ സിൻ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നീ പറയുന്നത് കൊണ്ട് സിൻഫുൾ, അതൊരു കുറ്റകരമായി അല്ലെങ്കിൽ അത് പാപമാണെന്നുള്ളതാണോ നീ വരുത്തി തീർക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയാണ് 7-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 25 വരെയുള്ള ഭാഗം. അപ്പോൾ 3 വിഷയം, വിശ്വാസ നീതീകരണത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് 3 വിഷയങ്ങൾ പൗലോസ് അവതരിപ്പിക്കുകയാണ്. ആദ്യം, പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു, ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കും. അതിന് മറുപടിയാണ് ആദ്യത്തെ 14 വാക്യത്തിൽ പൗലോസ് കൊണ്ടുവരുന്നത്. രണ്ടാമത് പൗലോസ് ആ 6-15 തൊട്ട് 7-ാം അധ്യായത്തിൻ്റെ 6 വരെ കൊണ്ടുവരുന്നത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലുമല്ല വിശ്വാസികൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ എന്നൊരു ചോദ്യം വരും. അതിൻ്റെ മറുപടി കൊണ്ടുവരുന്നു. മൂന്നാമത്തെ വിഷയം, നീ ഇങ്ങനെ ന്യായപ്രമാണത്തെ ഇങ്ങനെ നിസ്സാരമാക്കുകയാണെങ്കിൽ, നീ ന്യായപ്രമാണത്തെ ഒരു പാപം പോലെ ആക്കി തീർക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയാണ് 7-ാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഇനി എടുക്കുന്ന 3 ടോപ്പിക് 6, 7, 8 അധ്യായം, അതിൽ ഓരോ തലക്കെട്ട് കൊടുത്താൽ 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫ്ലഷ്. നമ്മളിൽ വസിക്കുന്ന ഒരു പാപജഡമുണ്ട്, പാപം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രകൃതി നമുക്കുണ്ട്. ആ സിൻഫുൾ ഫ്ലഷിനോടുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധം, ഒരു വിശ്വാസിയുടെ ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഹി ബിക്കം എ വിക്ടോറിയസ് ക്രിസ്ത്യൻ, ഒരു വിജയാളിയായ ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെ തീരാം, അതാണ് 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. രണ്ടാമത് 7-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു വിശ്വാസി ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ അവൻ എങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കണമെന്നുള്ളത് പഠിപ്പിക്കുന്നു. മൂന്നാമത്തേത് 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ രക്ഷയുടെ സെക്യൂരിറ്റി, നമ്മുടെ വിശ്വാസ നീതീകരണത്തിൻ്റെ ഉറപ്പ് നമുക്ക് 8-ാം അധ്യായത്തിൽ ലഭിക്കുകയാണ്. ഇങ്ങനെ 3 വിഷയങ്ങൾ പൗലോസ് കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് നോക്കാം. ഞാൻ വളരെ ലളിതമായിട്ട് ഈ ഭാഗം എടുക്കുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. പോൾസ് ഇൻസ്ട്രക്ഷൻ ഫോർ വിക്ടറി ഓവർ സിൻ. എങ്ങനെ യു ക്യാൻ ഹാവ് വിക്ടറി ഓവർ സിൻ, പാപത്തിൽ നിനക്ക് എങ്ങനെ വിജയാളിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അവിടെ 3 വാക്കുകളാണ് പഠിക്കാനായിട്ട് പ്രാധാന്യതയുള്ളത്. 3 വേർഡ്. ആ 3 വാക്കും അപഗ്രഥിച്ച് പഠിക്കാൻ 2 ഇന്ന് തീർക്കാനായിട്ട് ശ്രമിക്കാം. പിന്നീട് നമുക്ക് 3-ാമത്തേത് ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിന് ശ്രമിക്കാം. 3-ാം വാക്യം നോക്കിയാട്ടെ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെന്നാൽ അവൻ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലയോ? നോ എന്ന വാക്കാണ്, നോ. 6-ാം വാക്യം നോക്കിയാട്ടെ. പാപശരീരത്തിൽ നീക്കവരാണ് നമ്മുടെ പഴയ മനുഷ്യനോട് ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. 9-ാം വാക്യം നോക്കിയാട്ടെ. അറിയുന്നു. 9-ാം വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനിയും മരിക്കില്ല, മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. അറിയുന്നു എന്ന വാക്ക് 3 പ്രാവശ്യം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നോ, നോ എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്യാം. നോക്കുക, എങ്ങനെ ഒരു വിജയാളിയായി ക്രിസ്ത്യ ജീവിതം നയിക്കാൻ സാധിക്കും. അവിടെ ഈ 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. നോ എന്ന പദം, ഇംഗ്ലീഷിൽ KNOW, നോ. അറിയുക എന്ന വാക്ക് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അത് വളരെ ഫണ്ടമെൻ്റൽ ടീച്ചിങ് ആണ്, വളരെ അടിസ്ഥാനപരമായ ഒരു ഉപദേശമാണ്. എന്താ കാരണം? വി ഷുഡ് നോ ദ ബേസിക് ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വി ലിവ് ബേസ്ഡ് ഓൺ വാട്ട് വി ബിലീവ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതിനെ ആസ്പദമാക്കിയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നത് സത്യവചനത്തെ വിശ്വസിക്കണം. സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് പ്രസംഗിക്കേണ്ടത്. സൗണ്ട് ഡോക്ട്രിൻ, സത്യവചനം, സൗണ്ട് ഡോക്ട്രിൻ. ദൈവം നമുക്ക് ആ സത്യവചനം തന്നിരിക്കുക. മൂപ്പന്മാരാണെങ്കിലും സത്യവചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. നിങ്ങൾ സത്യം അറിയും, നിങ്ങൾ സത്യം അറിയും, നിങ്ങൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇവിടെ നോക്കുക, 3 പ്രാവശ്യം ഇവിടെ പറയുന്നു ക്രിസ്ത്യൻ ലിവിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്രിസ്ത്യൻ ലേണിംഗ്. എന്തിനായി ബൈബിൾ സ്റ്റഡിയൊക്കെ വെക്കുന്നത്? ക്രിസ്ത്യൻ ലിവിങ് ഈസ് ബേസ്ഡ് അപ്പോൺ ക്രിസ്ത്യൻ ലേണിംഗ്. വിശ്വാസികൾ
പഠിക്കണം വിശ്വാസികളെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് ഈ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ഇഗ്നറൻസ് വിൽ ബ്രിങ് അസ് ഇമ്പോർട്ടൻസ്. ഈ അറിവില്ലായ്മ നമ്മളെ വെറും ശക്തിഹീനരാക്കി മാറ്റും. അതുകൊണ്ട് നമ്മൾ അറിയുവാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ ഓർപ്പിച്ച പോലെ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യമായി കണ്ടു 3 പ്രാവശ്യം അറിയുക എന്നുള്ള വാക്ക് എടുത്ത് പറയുകയാണ്. ഈ ഭാഗം നമ്മൾ വീണ്ടും ഓർപ്പിക്കട്ടെ. പാപം കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. വിശ്വാസത്താൽ നീതീകരണമാണ്, എൻ്റെ ഒരു പ്രവൃത്തിയുമില്ല. 99% ദൈവം തന്ന് 1% എൻ്റേതല്ല. 100% ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഗിഫ്റ്റ് മാത്രം, ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. അപ്പോൾ പരിഹസിച്ചേക്കാം, ദൈവം അങ്ങനെ ധ്യാനമായി തന്നു, ഇത് നിത്യമായ രക്ഷയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. അതിൻ്റെ മറുപടിയാണ് ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. യൂദായുടെ ലേഖനം 4-ാം വാക്യത്തിൽ ഏതാണ്ട് ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. യൂദായുടെ ലേഖനം 4-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കിയിട്ട്. ആ വാക്ക് നോക്കിയട്ടെ, അതായിപ്പോൾ ഇവിടെ ഈ ചോദിച്ച ചോദ്യം. ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അവിടെ വായിക്കുന്നു, ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തന്മാർ. ഈ നമ്മളിവിടെ വായിച്ച പോലെ നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ, ഈ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക്, ദുഷ്ടപ്രവൃത്തികൾക്ക്, പാപം ചെയ്യുവാൻ ഇതൊരു ലൈസൻസായി എടുക്കുന്നവർ നമ്മുടെ കർത്താവായ ഏകനാഥന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരാണ്. കർത്താവ് നിങ്ങളെ സൗജന്യമായി രക്ഷിച്ച് നിങ്ങൾക്ക് സൗജന്യമായി വീണ്ടെടുപ്പ് നൽകി ദൈവം മുമ്പാകെ നിങ്ങളെ നീതീകരിച്ച് നിങ്ങൾക്ക് കൃപയിലേക്ക് പ്രവേശനം നൽകി നിങ്ങൾക്ക് നിത്യജീവൻ നൽകി നിങ്ങളെ അലങ്കരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുകയാണെങ്കിൽ ഏകനാഥനായ കർത്താവിനെ നിങ്ങൾ തള്ളിപ്പറയുകയാണ്. യൂദായുടെ ലേഖനത്തിൽ യൂദാ അത് ഓർപ്പിക്കുന്നു. സൗന്മാരെ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പൗലോസ് പറയുന്ന ഇത് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നും അനേകർ അതൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് 2-ാം വാക്യം നോക്കിയാട്ടെ. പൗലോസ് എന്താ പറഞ്ഞത്? ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്, ഒരു നാളും അരുത്. ഈ പ്രസ്താവന എന്ന് പറയുന്നത് നീ തെറ്റിദ്ധരിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു നാളും അരുത്. എന്നിട്ട് പൗലോസ് പറഞ്ഞ എന്താ? പാപസംബന്ധമായ മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നീ ക്രിസ്ത്യ ജീവിതത്തെ തെറ്റിദ്ധരിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തെ തെറ്റിദ്ധരിക്കുന്നു. കർത്താവിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് നീ എനിക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം എന്നാ? നിന്റെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചത് നീ പാപത്തെക്കുറിച്ച് അനുതപിച്ചപ്പോഴാണ്, നീ പാപത്തിന് മരിച്ചപ്പോഴാണ്. അല്ലാതെ നീ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ഒരു മനംതിരിവ്, ഒരു റിപ്പൻഡൻസ്, ഒരു ടേണിംഗ് ബാക്ക്. നിന്റെ പോയ വഴിയിൽ നിന്ന് നീ തിരിയുകയാണ്. അയ്യോ, ഞാൻ ചെയ്തത് കുറ്റമാണല്ലോ, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ. ഒരു മനംതിരിവ് നിനക്കുണ്ടായി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നീ പാപസംബന്ധമായി മരിച്ചു. യു ഹാവ് ഡെഡ് ടു സിൻ. നിന്റെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചത് നീ പാപത്തിന് മരിച്ചപ്പോഴാണ്. അങ്ങനെ മരിച്ച നിനക്ക് ഇനി എങ്ങനെ അതിനകത്ത് ജീവിക്കാൻ കഴിയുന്നത്? മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ദിസ് ഈസ് എ ബേസിക് ഡോക്ട്രിൻ. ഇവിടെ നാം മരിക്കണമെന്നല്ല, മരിക്കാൻ പോകുന്നെന്നല്ല. ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചപ്പോൾ നാം ഇവിടെ വായിക്കുന്നത് മരിച്ചവരായ നാം. എല്ലാ വിശ്വാസികളും, രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ദൈവത്തിൻ്റെ മുന്നിൽ ഇറ്റ് ഈസ് എ പാസ്റ്റ് ആക്ട്, കഴിഞ്ഞുപോയൊരു സംഭവമാണ്. എന്താ കഴിഞ്ഞുപോയ സംഭവം? പാപസംബന്ധമായി നമ്മൾ മരിച്ചവരാണ്. പാപത്തിന് മരിക്കാതെ ക്രിസ്ത്യ ജീവിതം ആരംഭിപ്പാൻ നിവൃത്തിയില്ല. ഇവിടെ നോക്കുക, പാപസംബന്ധമായി മരിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ ഓർക്കണം,
യേശുക്രിസ്തുവിലൂടെ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നോക്കിയാട്ടെ. ഒരുവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനായി ജീവിക്കും. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്ന് ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നത് നിങ്ങളെ തന്നെ എണ്ണുവേൻ. ദിസ് ഈസ് എ ഫാക്ട്. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിനാണ്. നിങ്ങളത് എണ്ണുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പൗലോസ് ഇത് മനസ്സിലാക്കി തരാനായിട്ട് ഒരു വാക്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. അതിൻ്റെ 5:18 നോക്കിയ, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവാകാരണമായ നീതീകരണം വന്നു. മലയാള ബൈബിളിൽ ജീവാകാരണമായ നീതീകരണം വന്നു. അതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ് വരേണ്ടത്: ജസ്റ്റിഫിക്കേഷൻ വിച്ച് ബ്രിങ്സ് ലൈഫ്. ജസ്റ്റിഫിക്കേഷൻ വിച്ച് ബ്രിങ്സ് ലൈഫ്, ജീവൻ കൊണ്ടുവന്ന നീതീകരണം. അതാണ് ഇവിടെ വായിക്കുന്നത്, ജീവാകരണമായ നീതീകരണം. ജീവകരണമായ നീതീകരണം എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് നോക്കുക, അവർ ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്തു. അവൻ്റെ മരണം എൻ്റെ മരണമായിരുന്നു, അവൻ എൻ്റെ പാപത്തിന് മരിച്ചു, കർത്താവെ ഞാൻ അനുതപിച്ചു, ആ മരണം എൻ്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചു, അവനോടുകൂടെ മരിച്ചു ഞാൻ, ആ മരിച്ചു ഇന്ന് ജീവിക്കുന്ന ഞാൻ ദൈവത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇത് പഠിപ്പിക്കാൻ, ഇത് മനസ്സിലാക്കി തരാൻ പൗലോസ് ഉപയോഗിച്ചത് എന്താണെന്നറിയാമോ? 3-ാം വാക്യം നോക്കിയാട്ടെ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കും, നിങ്ങൾ അറിയുന്നില്ല. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, 1-ാം നൂറ്റാണ്ടിൻ്റെ ആ പശ്ചാത്തലത്തിൽ വേണം അത് അളക്കുവാനും പഠിക്കുവാനും. നമ്മുടെ ഇന്ന് പല ക്രിസ്തീയ സമൂഹങ്ങളിൽ വ്യത്യസ്തമായ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതല്ല, വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് ആ പൗലോസ് അത് എഴുതുമ്പോൾ നിലനിന്ന ആ കാര്യം ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഉടനെ അദ്ദേഹം സ്നാനപ്പെടും. രക്ഷിക്കപ്പെട്ട ഉടനെ സ്നാനപ്പെടും. രക്ഷിക്കപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല സ്നാനപ്പെടുന്നത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഷണ്ണനോട് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, എന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാം. 3000 പേര് പത്രോസ് പ്രസംഗിച്ചു, അവർ വാക്ക് ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു, ഉടനെ അവർ സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുകയാണ്. നോക്കുക, വിശ്വാസത്തോട് ചേർന്ന് 1-ാം നൂറ്റാണ്ടിൽ സ്നാനവും നടന്നു. യേശുക്രിസ്തുവിനെ അംഗീകരിച്ചു എന്ന് അവർ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ അതിൻ്റെ ഐഡന്റിഫിക്കേഷനായിട്ട് സ്നാനജലത്തിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. അതിന് താമസമില്ലായിരുന്നു, അത് പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അവര് സ്നാനപ്പെടുകയായിരുന്നു പെട്ടെന്ന്. നോക്കുക, ആ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും രണ്ടല്ല. പിന്നെ ഇന്നെന്താ ഇന്നൊക്കെ സഭയുടെ മൂപ്പന്മാർക്ക് ആരെ സഭയിലേക്ക് സ്വീകരിക്കണമെന്നും സ്വീകരിക്കേണ്ട എന്നും അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം സഭയുടെ കണക്കുകൾ കർത്താവിനോട് കൊടുക്കുന്ന അവരാണ്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം അവരാണ് സഭയെ സൂക്ഷിക്കുന്നതും സഭയെ പരിപാലിക്കുന്നതും സഭയിലെ കർത്തൃമേശയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതും. ആരെ ക്ഷണിക്കണം? അപ്പോൾ ഒരാൾ വന്ന് സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇയാൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നാണ് പിന്നെ അവരുടെ ചിന്ത. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് മുഖത്തോട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. ചില ദിവസങ്ങൾ അവർ വെയിറ്റ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും ഒക്കെ അവർ മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും, ചിലപ്പോൾ ചില മാസമെടുക്കും. നമുക്കറിയാം, എന്നിട്ട് പോലും രക്ഷിക്കപ്പെടാത്ത പലരും വന്ന് സ്നാനപ്പെട്ടേച്ച് പോകുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒരബദ്ധം എന്ന് പറഞ്ഞാൽ ഈ സ്നാനമാണ്. വളരെ സിമ്പിളാണ്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പറയാം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു സ്നാനപ്പെട്ട ഒത്തിരി പേരെ സ്വർഗത്തിൽ കാണാതിരിക്കും, നരകത്തിൽ പോകും. കാരണം രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടും. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. രക്ഷയും സ്നാനവും കൂടെ ഒന്നിച്ചാണ് പോകേണ്ടത്. എനിക്കാ ഭാഗ്യം കിട്ടി. ഞാനൊരു ശനിയാഴ്ച വൈകിട്ട് രക്ഷിക്കപ്പെട്ടു, ഞായറാഴ്ച രാവിലെ സ്നാനപ്പെട്ടു. പക്ഷേ എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. 22 വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു ദൈവദാസൻ എന്നോട്
സുവിശേഷം പറഞ്ഞതാണ്. ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. 22 വയസ്സിൽ പാപത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ അന്ന് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ഇനിയും പുറകോട്ട് പോകില്ല, ഇനിയും ഈ പഴയ ജീവിതത്തിലേക്ക് പോകില്ല. ആ സ്ഥലസഭ അവരുടെ ഞായറാഴ്ച രാവിലെ ഒരു സ്നാനമുണ്ട്. ഞാൻ സഭയിൽ ആവശ്യപ്പെട്ടു, എനിക്ക് സ്നാനപ്പെടണം. അവർക്ക് എന്നെ അറിയാമായിരുന്നത് കൊണ്ട് എന്നെ സ്നാനപ്പെടുവാൻ അനുവദിച്ചു. അപ്പോൾ എൻ്റെ രക്ഷയും സ്നാനവും തമ്മിൽ ഏതാനും മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ തന്നെ എടുത്തൊരു ഡിസിഷനാണ്. എനിക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു രക്ഷിക്കപ്പെട്ട ചോദ്യം ജീവിക്കണം. അങ്ങനെ ആ സമയത്ത് രക്ഷിക്കപ്പെട്ടു. അടുത്ത ദിവസം ഞാൻ സ്നാനപ്പെട്ടു. അതാണ് ബൈബിളിൻ്റെ ഓർഡർ, അങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി വേറൊരു സത്യം കൂടി ഞാനിവിടെ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് കടന്നു പോകാം. ഈ സ്നാനം, പല വിധത്തിലുള്ള സ്നാനം ഇന്ന് ക്രിസ്ത്യ സമൂഹത്തിലുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന ഈ സ്നാനം, അല്ലെങ്കിൽ ഈ പറയുന്ന 6-ാം അധ്യായത്തിൻ്റെ സത്യം മനസ്സിലാക്കണമെങ്കിൽ മുഴുകൽ സ്നാനമല്ലാതെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. ഒരു വിധത്തിലും അല്ലാതെ പഠിപ്പിക്കാനൊക്കില്ല. താഴോട്ട് ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ അത് മനസ്സിലാകും. പക്ഷേ സ്നാനപ്പെടാത്തവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. അതല്ല, നിങ്ങൾ ശാന്തമായി വചനം ഒന്ന് കേൾക്കുക. ബാപ്റ്റിസം എന്ന വാക്കിൻ്റെ അർത്ഥം, ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തന്നെ മുക്കുക എന്നാണ്. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തന്നെ മുക്കുക. ആ ബാപ്റ്റിസം എന്നുള്ള വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്. അതുപോലെ അതിന് മറ്റൊരു അർത്ഥമുണ്ട്, ടു ബി ഐഡൻറ്റിഫൈഡ്. ഐഡൻറ്റിഫൈഡ് എന്നുള്ള അർത്ഥവും അതിന് വരുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 2 ബാപ്റ്റിസമുണ്ട്. രക്ഷിക്കപ്പെടുന്ന അന്നേരം തന്നെ ആത്മാവിനാൽ അവനെ സ്നാനപ്പെടുത്തുന്നു. അതാരാ ചെയ്യുന്നത്? യേശു ക്രിസ്തുവാണ്. എൻ്റെ മനസ്സ് വളരെ സന്തോഷിച്ചൊരു കാര്യം പറയാം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ബൈബിൾ അപഗ്രഥിക്കുകയാണെങ്കിൽ 2 കാര്യം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപത്തെ ചുമന്നൊഴിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിൽ കർത്താവ് പാപത്തെ എടുത്ത് മാറ്റുന്നു. അതുപോലെ രണ്ടാമത് കർത്താവ് ചെയ്യുന്നു, സ്നാനപ്പെടുത്തുന്നു. അവിടെ ശരിക്കു പറഞ്ഞാൽ ആത്മസ്നാനം കർത്താവ് തരുന്നു. കർത്താവ് തരുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കർത്താവ് തന്നെ അവന് ആത്മസ്നാനം കൊടുക്കുന്നു. 1 കൊരിന്ത്യർ 12:13. 1 കൊരിന്ത്യർ 12:13. അത് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അത് അന്വേഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല അത് നടക്കുന്നത്. ഈ ആത്മസ്നാനം കൊണ്ട് എന്താ നടക്കുന്നത്? 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ സ്വതന്ത്രന്മാരോ ദാസന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. ആരാ സ്നാനപ്പെടുത്തിയത്? കർത്താവാ സ്നാനപ്പെടുത്തിയത്. എന്തുകൊണ്ട് സ്നാനപ്പെടുത്തി? ആത്മസ്നാനത്താൽ. ഏക ശരീരമാകുമാറ്. ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാണ് അവൻ്റെ സഭ. കർത്താവിനെ ക്രൂശിച്ചപ്പോൾ അവരോർത്തു തീർന്നു. ആ ശരീരമെല്ലാം അടിച്ചു വികൃതമാക്കി കർത്താവിനെ ഈ ലോകത്തിലേക്ക് പിതാവ് അയക്കുമ്പോൾ നീ എനിക്കൊരു ശരീരം ഒരുക്കി. നമുക്ക് മറ്റുള്ളവരോട് കൺവേ ചെയ്യണമെങ്കിൽ, നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു ശരീരം വേണം. ഈ ശരീരമില്ലാതെ നമുക്ക് ഒന്നും വെളിപ്പെടുത്താനോ പറയാനോ സംസാരിക്കാനോ നിവൃത്തിയില്ല. യേശുക്രിസ്തുവിനൊരു ശരീരം പിതാവ് ഒരുക്കി. ആ ശരീരത്തിൽ പിതാവിനെ വെളിപ്പെടുത്തി. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ അവർ കർത്താവിനെ ക്രൂശിച്ചു, അവൻ്റെ ശരീരം അടിച്ച് തകർത്തു. അവർ വിചാരിച്ചു തീർന്നു ഇതോടുള്ള ബന്ധത്തിൽ. പക്ഷേ അവർ ചിന്തിച്ചതിന് വിപരീതമായി ആ കർത്താവിന് വേറെ ഒരു ശരീരം ഇവിടെ ഉടലെടുത്തു. ആത്മസ്നാനത്താൽ മറ്റൊരു ശരീരമുണ്ടായി. അതാണ് ദൈവസഭ. ആ ശരീരമാണ് ഇന്ന് കർത്താവിനെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു ശരീരമുണ്ട്, അത് ദൈവസഭയാണ്. 1 കൊരിന്ത്യർ 12:13. ആത്മസ്നാനത്താൽ നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി മാറ്റി. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ സ്വതന്ത്രന്മാരോ ദാസന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു.
സ്നാനം, ആത്മസ്നാനം നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ബന്ധപ്പെടുത്തുകയാണ്. ആത്മസ്നാനം ഈ യുഗത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു യുഗത്തിലും ആത്മസ്നാനമില്ല. പഴയ നിയമത്തിലുമില്ല, വരാനുള്ള യുഗത്തിലുമില്ല. ആത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. ആത്മസ്നാനം ഇവിടെ മാത്രം, ഈ യുഗത്തിൽ മാത്രം. ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തുന്ന, ആ ശിരസ്സുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന, അവൻ്റെ ശരീരമാക്കി നമ്മളെ തീർത്ത ആത്മസ്നാനം. ആത്മസ്നാനം പരിശുദ്ധാത്മസ്നാനമാണ്. എന്നാൽ ആത്മസ്നാനത്താൽ നമ്മൾ ദൈവസഭയുടെ അംഗമായി മാറുന്നു. ആ ദൈവസഭ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ചർച്ചാണ്, സർവ്വലോക സഭ. സർവ്വലോക സഭ എന്ന് പറയുമ്പോൾ ലളിതമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അത് സർവ്വലോക സഭയാണ്, യൂണിവേഴ്സൽ ചർച്ച്. ആ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫ്രം പെന്തിക്കോസ് ടു പറൗസിയ. പെന്തിക്കോസ് നാൾ തൊട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ രക്ഷിക്കപ്പെട്ട എല്ലാവരും കൂടെ ഉൾപ്പെട്ടതാണ് യൂണിവേഴ്സൽ ചർച്ച്, അല്ലെങ്കിൽ സർവ്വലോക സഭ. വലിയ സമൂഹം, 2000 വർഷമായി മരിച്ചുപോയ സമൂഹമുണ്ട്. അവരൊക്കെ സ്വർഗത്തിലാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളുണ്ട് ഇവിടെ. ഇനിയും ചിലപ്പം കാലം മുന്നോട്ട് പോയാൽ ചിലരൂടെ കാണും. അവൾ ഈ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ, സർവ്വലോക സഭയുടെ ഏറിയ പങ്കും മരിച്ചു, നിത്യതയിലായി കഴിഞ്ഞു. അവരോട് ഉൾപ്പെട്ടതാണ് യൂണിവേഴ്സൽ ചർച്ച്. കർത്താവ് സഭയെന്നുള്ള വാക്ക് 2 പ്രാവശ്യമേ ഉപയോഗിച്ചുള്ളൂ. ഒന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. രണ്ടാമത് കർത്താവ് ഉപയോഗിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണ്. 18-20 2-ാം പ്രാവശ്യം. ഈ 2 പ്രാവശ്യമേ സഭയെന്നുള്ള വാക്ക് കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളൂ. രണ്ടാമത് കർത്താവ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അവിടെ പ്രശ്നമാണ്, സഹോദരന്മാർ തമ്മിൽ. 2 സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി. നീയും അവനും തന്നെയുള്ളപ്പോൾ ചെന്ന് പറയണം. അവനെ കൂട്ടാക്കാതിരുന്നാൽ വേറെ 2 പേരെ കൂട്ടിക്കൊണ്ടുപോകണം. അവരെയും കൂട്ടാക്കാതിരുന്നാൽ സഭയോട് പറയണം. സഭയും കേൾക്കാതിരുന്നാൽ അവനെ പുറത്താക്കണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഇടത്തിൽ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. 2-3 പേർ എവിടെ കൂടിയാലും ഞാനുണ്ടെന്ന് വേദപുസ്തകത്തിലില്ല വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഇടത്തിൽ. അങ്ങനെയാണോ? മത്തായി 18 നോക്കി. എന്ത് വാദകോലാഹലമായി ഇതിൻ്റെ മണ്ടയ്ക്ക്. ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് അവിടെ ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് പിടികിട്ടും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം ഞാൻ ഓർപ്പിച്ചു, 2 പ്രാവശ്യമേ കർത്താവ് സഭയെന്നുള്ള വാക്ക് ഉപയോഗിച്ചുള്ളൂ. 16-ാം അധ്യായത്തിൽ നോക്ക്, ആ പേജിൽ തന്നെയുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ സ്വർഗ പറയുന്നുണ്ട്. 18-ാം വാക്യം, നീ പത്രോസാ, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതാണ് ഫസ്റ്റ് റിഫറൻസ്. അത് യൂണിവേഴ്സൽ ചർച്ചാണ്, സർവ്വലോക സഭ. രണ്ടാമത് കർത്താവ് പറയുന്നത് 18-20 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. കൂടി വരുന്നിടം. ഈ കൂടി വരുന്ന ഇടം എവിടെയാ? സ്ഥലസഭയാണ്. അവിടെ കർത്താവ് വാഗ്ദത്തം ചെയ്തു, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. എന്തിനാ കർത്താവ് അത് വാഗ്ദത്തം ചെയ്തത്? നിങ്ങൾ അവനെ പുറത്താക്കുക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ആ അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്ന് കർത്താവ് പറയുകയാണ്. ഈ സഭ, ഇവിടെ സഭ എന്നുള്ള വാക്ക് 17-ാം വാക്യത്തിൽ, ആ സഭയ്ക്ക് കേൾക്കാം. അവരെ കൂട്ടാക്കാതിരുന്ന സഭയോട് പറയുക. സഭയും കൂട്ടാക്കാതിരുന്നാൽ അവനെ പുറത്താക്കുക. സഭയ്ക്ക് കേൾക്കാം, സഭയ്ക്ക് ആക്ഷൻ എടുക്കാം. പ്രാദേശിക സഭയാണ്. ദാറ്റ് ഈസ് എ ലോക്കൽ ചർച്ച്. ഇന്നിവിടെ ഒരു കൂട്ടം കൂടുന്നു. പാലാരിവട്ടത്ത് കൂടുന്ന ഒരു കൂട്ടം വിശ്വാസികളാണ് കൂടി വരുന്നത്. ഇവിടെ കർത്താവ് കൂട്ടിവരുത്തിയതാണ്. എന്നാൽ ഈ ഭാഗം കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രശ്നം 2 പേര് തമ്മിലാണ് തുടങ്ങിയത്. നോക്കിയ 18-ാം അധ്യായം 15-ാം വാക്യം, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം പറയുക. 2 പേര് തമ്മിൽ ആ പ്രശ്നം ആരംഭിച്ച് 2 പേരായി, പിന്നെ 2-3 സാക്ഷികളുമായി, പിന്നെ സഭയായി, പിന്നെ ആയത് എവിടാ? സ്വർഗത്തിലുമായി. ഈ 2 പേര് തമ്മിലുള്ള പ്രശ്നം എവിടെ വരെ പോയി? സ്വർഗത്തിലെത്തി. ഒന്നാലോചിച്ച് നോക്കിയേ, 2 സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്വർഗത്തിൽ വരെ എത്തുമെന്നാണ് ഈ വേദഭാഗം നമ്മളെ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. ഞാൻ പക്ഷേ ഒരു കാര്യം പറയാം. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വിരോധം തോന്നരുത്.
അവനെ പുറത്താക്കാൻ പറഞ്ഞു. ഇതേ പ്രയോഗം 1 കൊരിന്ത്യർ 5 അവിടെ ധാർമ്മിക പ്രശ്നമാണ്. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ച് കൊള്ളുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി അവനെ പുറത്താക്കാൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നു. 1 കൊരിന്ത്യർ 5 സെയിം വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒന്നിച്ചുകൂടി എൻ്റെ നാമത്തിൽ എൻ്റെ ആത്മാവൂടെ ചേർന്ന് അവനെ പുറത്താക്കുക. സഭയിൽ നിന്ന് പുറത്താക്കിയേക്കാൻ, സാത്താൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചേക്കാൻ. അവൻ സ്വർഗത്തിൽ പോകും കേട്ടോ. അവന് സ്വർഗത്തിൽ പോവും. ഈ പ്രശ്നം ഉണ്ടാക്കിയവനും സ്വർഗത്തിൽ പോവും. കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളും. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ സലസഭയിൽ വേണ്ട അവരെ. ഗൗരവം മനസ്സിലായോ? എൻ്റെ സലസഭയിൽ അവരെ വേണ്ട. എൻ്റെ സലസഭ ഐക്യതയോടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടിയാണ്. അവിടെ ഇങ്ങനെയുള്ളവരെ പുറത്താക്കി കളയാൻ പറഞ്ഞു. അവരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളാം. സാത്താൻ അവരെ ദണ്ഡിപ്പിക്കട്ടെ, കൊല്ലട്ടെ, ഞാൻ അവരെ കൊണ്ടുപോയിക്കോളാം. പക്ഷേ എൻ്റെ സലസഭയിൽ അവരെ വേണ്ട. സലസഭ ഐക്യതയുള്ളതായി, ധാർമ്മികമായി, വിശുദ്ധിയുള്ളതായി സൂക്ഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ 2 ഭാഗം അതിൻ്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനിയാവും നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഈ ആത്മസ്നാനത്താൽ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമാകുന്നു. സൗരന്മാരെ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. സ്നാനത്താലാണ്, ജലസ്നാനത്താലാണ് ഒരു പ്രാദേശിക സഭയുടെ അംഗമായി നമ്മൾ മാറുന്നത്. അങ്ങനെയാണോ ബ്രദറെ എന്നെന്നോട് ചോദിക്കും. എടുത്താട്ടെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. ഈ YMCA കൂടുന്ന സ്ഥലസഭയുടെ അംഗത്വം എപ്പോഴാണ് കിട്ടുന്നത്? 2-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം നോക്കുകയും, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവരോട് എപ്പോഴാണ് ചേർന്നേ? വാക്ക് കൈക്കൊണ്ടു, സ്നാനമേറ്റു, അവരോട് ചേർന്നു. ഒരു സ്ഥലസഭയുടെ, പ്രാദേശിക സഭയുടെ അംഗത്വം കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെമ്പറായി മാറുന്നത് സ്നാനപ്പെടുമ്പോഴാണ്. ആത്മസ്നാനത്താൽ സർവ്വലോക സഭയുടെ അംഗമാകും. ജലസ്നാനത്താൽ പ്രാദേശിക സഭയുടെ അംഗമായി മാറും. ജലസ്നാനത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. നല്ലൊരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് കൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാനത് അത്രയും ചിന്തിച്ച് മനസ്സിലാക്കിയത്. അത് വായിച്ച് മനസ്സിലാക്കുന്നത്. അതായത് ലോ ഫസ്റ്റ് മെൻഷൻ ബൈബിൾ പഠനത്തിൽ ആദ്യം പരാമർശിക്കപ്പെടുന്നതിന് അവിടെ സത്യങ്ങളുണ്ട്. എംബ്രിയോണിക്കായിട്ട് സ്ത്രീയുടെ സന്തതി സർപ്പം തന്നെ തലയെ തകർക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചനം കൊടുത്തു. അത് പിന്നീടാണ് വെളിപ്പാടുകൾ പൂർത്തീകരിച്ച് വരുന്നത്. എന്നാൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും, അവനവൻ്റെ കുതികാല് തകർക്കും. എന്തൊരു പ്രവചനമാണ്! ആദ്യ പരാമർശം ബൈബിളിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ആദ്യം പരാമർശിക്കുമ്പോൾ, വിവാഹ ജീവിതത്തെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഫസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിയാൽ കർത്താവ് സലസഭയെക്കുറിച്ച് ആദ്യം പറയുന്നത് എന്തോനുള്ള ബന്ധത്തിലാണ്? പ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ്. ആണോ? യേശുക്രിസ്തു തൻ്റെ സഭയെക്കുറിച്ച് ആദ്യം പരാമർശിക്കുന്നത്, പ്രാദേശിക സഭയെക്കുറിച്ച്, സഭാപ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ്. ഇനിയും സഭാലേഖനം ആദ്യം എഴുതിയത് ഏതാണെന്നറിയോ? 1 കൊരിന്ത്യരാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ്. 1 കൊരിന്ത്യയിലെ എന്തുവാ അവിടെ പരാമർശിച്ചിരിക്കുന്നത്? സഭയുടെ ഡിസോർഡറാണ്. അപ്പം സഭയെക്കുറിച്ച് ആദ്യം പരാമർശിക്കുന്നത് കർത്താവ് പരാമർശിക്കുമ്പോൾ സഭയുടെ പ്രശ്നമാണ് കർത്താവ് എടുത്ത് പറയുന്നത്. ഭിന്നത. കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ഭിന്നത വരാതിരിക്കുന്നത് അസംഭവ്യം. ഭിന്നത വരും. ഭിന്നത വരും. ഇറ്റ് ഈസ് കാരണം വീണുപോയ മനുഷ്യൻ്റെ കയ്യിലാണ് സലസഭ ഏൽപ്പിച്ചത്. കർത്താവിൻ്റെ കയ്യിലല്ല. കർത്താവ് സർവ്വലോക സഭയെ പണിയുന്നു. പക്ഷേ ഒരു പ്രാദേശിക സഭ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ്റെ കയ്യിലാണ്. ഈ വീണുപോയ മനുഷ്യൻ്റെ കയ്യിലാണ്. ആ മനുഷ്യൻ പണിയുമ്പോൾ അതിൻ്റെ വീഴ്ചകളാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ 2 ഭാഗത്തും. there will be problems. എത്ര വിനയപ്പെടണം, എത്ര വിനയപ്പെടണം. നമ്മുടെ കുറവുകളും ബലഹീനതയും മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇനിയാവും
എൻ്റെ മനസ്സ് അതിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ പോയതാണ്. കാരണം കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് അല്പം ദീർഘമായി ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നു. അത് എൻ്റെ മനസ്സിൽ തങ്ങി നിന്നുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതാണ്. സഹോദരന്മാരെ, നമ്മൾ ഓർക്കുക, ആത്മസ്നാനം സർവ്വലോക സഭയുടെ അംഗത്വം തരുന്നു. അതുപോലെ ഈ ജലസ്നാനം നമ്മളെ പ്രാദേശിക സഭയുടെ അംഗമാക്കി തീർക്കും. നമ്മൾ ഓർത്ത പോലെ രക്ഷിക്കപ്പെട്ട ഉടനെ സ്നാനപ്പെടുകയായിരുന്നു ആദിമ നൂറ്റാണ്ടിൻ്റെ അന്നത്തെ രീതി. മാത്രമല്ല വേറെ ഒരു സ്നാനം ആദിമകാലത്തില്ലായിരുന്നു. എന്നാൽ നമ്മൾ ഓർത്ത പോലെ ഇവിടെ സ്നാനമെന്ന് പറയുന്നത് മുഴുകൽ സ്നാനമായിരുന്നു. മുഴുകൽ സ്നാനമല്ലാതെ പൗലോസ് ഇവിടെ പറയുന്ന ഈ 6-ാം അധ്യായത്തിൽ പറയുന്നത് ഒരു വിധത്തിൽ നമുക്ക് വേറെ ഒരു സ്നാനം ഇതിനോട് ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് വരാം. എന്താ പൗലോസ് ഈ സ്നാനത്തിലൂടെ പഠിപ്പിക്കുന്നത്? 3-ാം വാക്യം നോക്കിയാട്ടെ, 2 തൊട്ട് വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അത് ജീവിക്കുന്ന അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ച പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ക്രിസ്തുവുമായിട്ടുള്ള ഏകീഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മനോഹരമായിട്ട് ഈ ഭാഗം എവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും? മനോഹരമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായവും 12-ാം അധ്യായവും. ഞാൻ ഇസ്രയേലിൽ സന്ദർശിക്കുമ്പോഴൊക്കെ സാധാരണ കാണുന്ന ഒരു ഭാഗമാണ്, ആളുകളങ്ങ് ആവേശം കൊണ്ട് കാണാൻ പോകുന്നൊരു സ്ഥലമാണ് ലാസറിൻ്റെ ടൂംബ്, ലാസറിനെ അടക്കിയ സ്ഥലം. ഞാൻ ഒരിക്കലൊന്ന് കയറാൻ നോക്കി. സാധാരണ ഈ പ്രായത്തിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മണ്ണിൽ നിന്ന് പിന്നെ ഒരു കുഴി പോലാണ്, ഒരാൾക്ക് ഇറങ്ങാവുന്ന ഒരു വഴിയാണ്. അതിനകത്തൂടെ ഇറങ്ങി താഴെ ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ചരിഞ്ഞു കുരിഞ്ഞൊക്കെ വേണം ഇതിനകത്ത് ചെന്ന് കയറാൻ. ഈ ലാസറിനെ അടക്കിയ ടൂംബ് ഞാൻ ഓർപ്പിച്ചോട്ടെ. അന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ അടക്കുമ്പോൾ ഈ ശീലകളങ്ങ് ചുറ്റുക, മരുന്നുകൾ, അതായത് സ്പൈസസ്, ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് ശീലകൾ തല തൊട്ട് ഇങ്ങനെ ചുറ്റി അടക്കി ഒരുമാതിരി കുക്കൂൺ പോലെ ആക്കിയിട്ടാണ് ഇവനെ കൊണ്ടുവന്ന് അടക്കുന്നത്. ലാസർ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ വന്നപ്പോൾ ലാസർ മരിച്ചു. ഈ കല്ലറയ്ക്കകത്ത് കൊണ്ടുവന്ന് അടക്കി. 12-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണാം ലാസർ കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുക. 12-ാം അധ്യായത്തിൽ കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുക. അപ്പോൾ ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, കർത്താവിനെ ഉയർപ്പിച്ചു, കർത്താവിനോടുകൂടെ പന്തിക്കിരുത്തി. എത്ര മനോഹരമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പടികൾ അവിടെ. ഈ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്നാനത്തിൽ എന്താ നമ്മൾ കാണിച്ചത്? സ്നാനത്തിൽ നമ്മൾ ഓർത്തു, നിങ്ങൾ മരിച്ചു, നിങ്ങൾ പാപത്തിന് മരിച്ചു. ഈ ലോക സംബന്ധമായി ലോകത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ എന്താ? അവൻ്റെ മരണവും അവൻ്റെ അടക്കലുമാണ്. അതോടുകൂടെ തീർന്നു. എന്തൊരു കരച്ചിലും ബഹളവുമാണ്. ഞാൻ ഒരുപാട് ഫ്യൂണറലൊക്കെ പോവുകയും ദൈവദാസൻ എന്ന നിലയിൽ ആ ഫ്യൂണറലൊക്കെ സംബന്ധിച്ച് വചനം ശുശ്രൂഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ആശ്വാസദൂതുകൾ കൊടുക്കുകയും സുവിശേഷ ദൂതുകളൊക്കെ കൊടുക്കും ഞാൻ. കാരണം വിരുന്ന് വീട്ടിൽ പോകുന്നതിനെക്കാട്ടിൽ വിലാപ വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് പറയും. ഒരുപാട് കരച്ചിലും ബഹളവുമാണ്. പക്ഷേ ഞാൻ പിന്നീട് ഇരുന്നവരെ നോട്ട് ചെയ്യുന്നുണ്ട്, ആ കരച്ചിലൊക്കെ കഴിയും എപ്പോഴാണെന്നറിയാമോ? ഈ കലറെ കൊണ്ടൊന്ന് അടുക്കി അല്ലെ മണ്ണിനകത്തോട്ട് കുഴിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം കാണാൻ ആശ്വാസം. പിന്നീട് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. പിന്നെ ഇതെല്ലാം പോയി. കാറ്റടിക്കുമ്പോൾ പൂ ഉതിരുന്ന പോലെ ഉതിർന്നു, പിന്നെ അതിൻ്റെ സ്ഥലം അതിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഈ എമോഷനും കാര്യങ്ങളും എല്ലാം അങ്ങ് പോവും. അടുത്തത് നമ്മൾ പോകാനായിട്ട് നമ്മൾ ഒരുങ്ങുക. പിന്നെ മരണം, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം. മരിച്ചവരെ നാം അതിൽ ജീവിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മദ്യപാനി മരിച്ചുപോയി, ഒരു ഡ്രങ്കഡ് മരിച്ചു. അവന് മദ്യപാനി എന്ന് പറഞ്ഞാൽ ഭയങ്കര മദ്യപാനി മരിച്ചു. ആ മരിച്ചു കിടക്കുന്നവൻ്റെ മുന്നിൽ നല്ല സ്കോച്ചും വിസ്കിയൊക്കെ കൊണ്ടുവച്ചാലും പുള്ളിക്ക് പിന്നെ അനക്കമില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് മണക്കാനും വയ്യ, കാണാനും വയ്യ, രുചിക്കാനും വയ്യ. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചു കിടക്കുന്ന മനുഷ്യന് പിന്നെ അതൊന്നും എടുക്കാനായിട്ട് സാധിക്കുകയില്ല. പാപസംബന്ധമായി മരിച്ച ഒരാളാണ് നമ്മൾ. യേശുക്രിസ്തുവിനെ അംഗീകരിച്ചപ്പോൾ പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഞാൻ മരിച്ചു.
മറ്റു വിധത്തിൽ വീണ്ടും ലളിതമായി ഞാൻ പറയട്ടെ, വാച്ച്മനി എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനാണ്, ഒരു ചൈനീസ് മിഷണറിയാണ് ഇതിൻ്റെ ആശയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തന്നത്. അദ്ദേഹം പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു മരിച്ചപ്പോൾ എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് നീതീകരണം കിട്ടി. പക്ഷേ ഞാൻ അവരോടുകൂടെ മരിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ശുദ്ധീകരണം ആരംഭിച്ചു. ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എനിക്ക് നീതീകരണം കിട്ടുകയാണ്. എന്നാൽ ഞാനും അവനോടുകൂടെ മരിച്ചു എന്നുള്ള മനസ്സിലാക്കുമ്പോൾ എൻ്റെ ശുദ്ധീകരണം ആരംഭിക്കുകയാണ്. വാച്ച്മനി 6-ാം അധ്യായം ധ്യാനിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് വെളിച്ചം കിട്ടി, ഞാനും ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഞാൻ കേട്ടത്, മനസ്സിലാക്കിയത്, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു സഹോദരനെ ചെന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ബ്രദർ, ഞാൻ കണ്ടു, മനസ്സിലാക്കി ഞാൻ മരിച്ചു. സന്തോഷം കൊണ്ടൊരു സഹോദരനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ആ മനുഷ്യനെ ദൈവം എത്രമാത്രം എടുത്ത് ഉപയോഗിച്ചു. ലോകത്തിൻ്റെ എല്ലാ കോണിലും ഈ വാച്ച്മാൻ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ചൈനീസ് ഭരണകൂടം അദ്ദേഹത്തെ കൊന്നു. പക്ഷേ അദ്ദേഹം ഒരൊറ്റ ബുക്കേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, സ്പിരിച്വൽ മാൻ. ബാക്കി മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ നോട്ടുകൾ വെച്ച് ആളുകൾ പിന്നീട് അത് വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കി പബ്ലിഷ് ചെയ്ത ബുക്കുകളാണ് വാച്ച്മനിയുടെ ബുക്കുകൾ മുഴുവൻ. ഒറ്റ ബുക്കുകൾ അദ്ദേഹം എഴുതിയത്, ദ സ്പിരിച്വൽ മാൻ, 3 വോളിയം. എന്നാൽ ആ മനുഷ്യനെ ദൈവം എത്ര ഉപയോഗിച്ചു? അതിൻ്റെ കാരണം ഇതാണ്, അദ്ദേഹത്തെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വിശുദ്ധ, ഒരു വലിയ മണ്ഡലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു. അത് ഈ 6-ാം അധ്യായത്തിൻ്റെ പഠനമാണ്. ക്രൂശിൽ മരിച്ചു, കർത്താവ് മരിക്കുമ്പോൾ ഞാനത് വിശ്വസിച്ചു എൻ്റെ നീതീകരണത്തിന്. പക്ഷേ 6-ാം അധ്യായത്തിൻ്റെ പഠനം, ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ മരിച്ചവരായ നാം 2-ാം വാക്യത്തിൽ വായിച്ചു, അതൊരു ഫാക്റ്റാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ദൈവമക്കളെ സംബന്ധിച്ച് അതൊരു ഫാക്റ്റാണ്. ഞാൻ ഇനിയും മറ്റൊരു കാര്യം പറയട്ടെ. നാം വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ, കൊലോസ്യ ലേഖനത്തിൽ, ക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോൾ നമ്മൾ സ്വീകരിച്ചപ്പോൾ കൈകൊണ്ടല്ലാത്തൊരു പരിശോധനയേറ്റു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ കൈകൊണ്ടല്ലാത്തൊരു പരിശോധന, ഇസ്രയേലിൻ്റെ പരിശോധന, ആൺകുട്ടികളെ 8 ദിവസം പ്രായമുള്ളപ്പോൾ കൽക്കത്തി കൊണ്ട് അവൻ്റെ അഗ്രം പരിശോധന ഏൽപ്പിക്കുകയാണ്. 8 ദിവസം പ്രായമുള്ളപ്പോൾ. പക്ഷേ വിശ്വാസികളുള്ള ബന്ധത്തിൽ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, അവനെ നമ്മൾ കൈക്കൊണ്ടപ്പോൾ കൈകൊണ്ടല്ലാത്തൊരു പരിശോധന. ഞാൻ ചോദിച്ചോട്ടെ, യഹൂദ പുരുഷന്മാർക്കാണ്, കുട്ടികൾക്കാണ് ഈ പരിശോധന കൊടുക്കുന്നത്. യഹൂദ സ്ത്രീകൾ പരിശോധന ഏൽക്കുന്നുണ്ടോ? ഇല്ല. യഹൂദ സ്ത്രീകൾ പരിശോധന ഏൽക്കുന്നില്ല. എന്നാൽ യഹൂദ പുരുഷന്മാർ പരിശോധന ഏൽക്കുമ്പോൾ അവരുടെ സ്ത്രീകൾ അവിടെ ഉണ്ടെന്നുള്ളത് ദൈവം കൺസിഡർ ചെയ്യുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചെന്നുള്ളത് ദൈവം കണ്ടു. യഹൂദൻ പരിശോധനയേറ്റപ്പോൾ അവൻ്റെ ഭാര്യയും അവൻ്റെ സ്ത്രീയും പരിശോധനയേറ്റതായിട്ട് ദൈവം കണ്ടതുപോലെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ കാന്തയായ സഭയും പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചെന്ന് ദൈവം കാണുന്നു. ദാറ്റ് ഈസ് എ ഫാക്റ്റ്. അത് ദൈവത്തിൻ്റെ മുന്നിലൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, മരിച്ചവനായ നാം. മരിച്ച നമ്മൾ ഇനി എങ്ങനെ അതിൽ ജീവിക്കും? ഒരു മദ്യപാനി മരിച്ചു കഴിഞ്ഞാൽ ഈ മദ്യം അവൻ എങ്ങനെ മണക്കും? അവനെങ്ങനെ രുചിക്കും? അവനെങ്ങനെ കാണും? അവന് അതിനോട് ആകർഷകമില്ലാതായി മാറും. ഇതാണ് പൗലോസൂടെ ഇത് നാം അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ വസ്തുത നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് പൗലോസ് പറയുന്നത്, അങ്ങനെ നിങ്ങൾ എണ്ണാൻ, കൗണ്ട് യുവർ സെൽഫ്. അതിൻ്റെ അർത്ഥം നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കുക, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. സ്നാനമേൽക്കുന്നത് ക്രിസ്തുവിനോട് ചേരാനല്ല. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിനോട് ചേർന്നു. അവൻ്റെ ശരീരമായി നമ്മൾ മാറിയത് ആത്മസ്നാനത്താലാണ്. എന്നാൽ ആ വസ്തുത വെളിപ്പെടുത്തുന്ന ഫാക്റ്റാണ് ജലസ്നാനം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം എടുത്താട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. അതിൻ്റെ മനോഹരമായൊരു ദൃഷ്ടാന്തം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. പിതാക്കന്മാരെല്ലാവരും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവർ സ്നാനമേറ്റത് എവിടെയാ? മേഘത്തിലും സമുദ്രത്തിലും. ചെങ്കടൽ കരയ്ക്ക് നിൽക്കുകയാണ്. ഫറവോൻ അവൻ്റെ സൈന്യമായി അവരുടെ പുറകിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 400 വർഷമായി
ആ ഫറവോനെ സേവിച്ച് ഫറവോനെ ഇഷ്ടിക ഉണ്ടാക്കി അവരുടെ കൈകൾ കുഴഞ്ഞ് അവരുടെ ആരോഗ്യം ഫറവോൻ്റെ ആ ഭണ്ഡാരശാലയിൽ പണമുണ്ടാക്കാൻ അധ്വാനിച്ച് ഫറവോൻ അടിമകളായി കിടന്ന ആ മനുഷ്യർ ചെങ്കടലിൻ്റെ അടുക്കൽ വന്ന് നിൽക്കും. പുറകിൽ ആയുധമായവരെ കൊല്ലാൻ നിൽക്കുക. എന്നാൽ അവർ ചെങ്കടലിലൂടെ കടന്നു. ആ ചെങ്കടലിലൂടെ കടന്നു. ആ മരുഭൂമിയിലെ വെയിൽ തട്ടാതെ ദൈവം മേഘസ്തംഭം കൊടുത്തു. അതിൻ്റെ കീഴിലായി അവർ രണ്ടും. എന്നാൽ ഇങ്ങനെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ, ഈ മരുഭൂമിയിലോട്ട് അവർ കയറി, ചെങ്കടലിൽ കിടന്ന് മരുഭൂമി കയറി. മരുഭൂമിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇറ്റ് ഈസ് എ ട്രാക്ലെസ് ഡെസേർട്ട് എന്ന്. അതായത് യാതൊരു വഴിയുമില്ല. എങ്ങോട്ട് പോകണമെന്ന് ഒരു മരുഭൂമിയിൽ അകപ്പെട്ടവനെ അറിയത്തുള്ളൂ. മിക്കവാറും ഒക്കെ ചത്തേ മിക്കവാറും ആ ബോഡി കിട്ടത്തുള്ളൂ. ഞാൻ മസ്കറ്റിൽ 10-18 വർഷം ജോലി ചെയ്തു. അവിടെ പലരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഹൈക്ക് ചെയ്യാനും ഇങ്ങനെയൊക്കെ പോയതാ മരുഭൂമിയിൽ. പക്ഷേങ്കിൽ എവിടെ പോയെന്നുള്ളത് അറിയത്തില്ല. കുറേ നാൾ കഴിയുമ്പം കാണാം ഏതെങ്കിലും മരത്തിൻ്റെയോ വല്ലതും ചുവട്ടിലെ ചത്തിരിക്കുന്നത്. കാരണം മരുഭൂമി ചെന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. കടലിൽ പോകുന്നോല, മണലല്ലാതെ വേറെ ഒന്നുമില്ല, യാതൊരു മാർഗവുമില്ല. എങ്ങോട്ട് പോകണം, എവിടെ തിരിയണം, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ചിലപ്പം നടന്നു പോകുന്ന മുഴുവൻ മരുഭൂമിക്ക് അകത്തോട്ടായിരിക്കും. കരയ്ക്കിറങ്ങാൻ ശ്രമിക്കുന്ന മരുഭൂമിക്ക് അകത്തോട്ടായിരിക്കും. മരിച്ചു പോകും. മരുഭൂമിയിൽ അകപ്പെട്ടു പോയി അങ്ങനെ അനേകർ മരിച്ചു പോയിട്ടുണ്ട്. ട്രാക്ലെസ് ഡെസേർട്ട്, ഒരു ലക്ഷ്യമില്ലാത്ത വഴിയില്ലാത്ത സ്ഥലം. ഞാൻ ചോദിച്ചോട്ടെ, ഈ പുരുഷന്മാർ, സ്ത്രീകളും കുഞ്ഞുങ്ങളും ആടുകളും കുട്ടികളും ഈ സമുദ്രത്തിലൂടെ കടന്ന് അവർ അപ്പുറത്ത് വന്ന് നിൽക്കുക. ആരവരെ നടത്തും? എങ്ങോട്ട് പോകണമെന്ന് അവരെങ്ങനെ അറിയും? പക്ഷെ അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നു. ആരാത്? മോശ. ഈ സ്നാനമേറ്റ് അവർ മോശയോട് ചേരുകയായിരുന്നു. ആശയം നോക്കി, മോശയെ അനുഗമിക്കുകയാണ്. അവരുടെ നേതാവ് മോശയാണ്. അവനെ നോക്കി അവൻ്റെ ആ ഗൈഡൻസിൽ ഇവർ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, എങ്ങനെ വിശ്വാസ ജീവിതം നയിക്കണം അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നാം സ്നാനമേറ്റത് അവനോട് ചേരുകയാണ്. മോശ അവരെ നടത്തുവാൻ ഒരു നേതാവായി നിന്ന പോലെ നമ്മുടെ കർത്താവ് നമ്മളെ നടത്താൻ നിൽക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, ഞാൻ ആ ഭാഗം എടുക്കണമെന്ന് എനിക്കറിയില്ല. തിരുവചനം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സത്യം മനസ്സിലാക്കാം. പെട്ടകം ആർക്ക്, ദൈവം കൽപ്പന കൊടുത്തു. 12 ഗോത്രത്തിൻ്റെ മധ്യത്തിലാണ് ഈ ആർക്ക് എപ്പോഴും കൊണ്ടുപോകുന്നത്. ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ ഈ ആർക്ക് മുന്നേ പോയത്. എപ്പോഴാണെന്നറിയാമോ? മരുഭൂമിയിൽ അവർക്ക് വേണ്ടി വഴി അന്വേഷിപ്പാൻ. അവരെങ്ങോട്ട് തിരിയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ആ പെട്ടകം അവർക്ക് മുമ്പായി പോയി. ആ സന്ദർഭത്തിലല്ലാതെ വേദപുസ്തകത്തിലുള്ള ഒറ്റ സ്ഥലത്തും ഈ പെട്ടകം മുന്നേ പോകുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ ചിത്രമാണ്. അവൻ മുമ്പേ സ്വർഗത്തിൽ കയറി. നമ്മൾ വായിക്കുന്നുണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ മുമ്പ് കൂട്ടി കയറി എന്ന് പറഞ്ഞാൽ ഫോറിനറായി മുമ്പ് കൂട്ടിപ്പോയി. ഈ പെട്ടകം വഴിയൊരുക്കാൻ മുന്നേ പോയതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി, കർത്താവിനോട് ചേർന്ന നമുക്കിടെ മുന്നിൽ ഈ കർത്താവ് നിൽപ്പുണ്ട്. നമ്മളിവിടെ വായിച്ച പോലെ അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. നമ്മളും സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൽ വിധേയപ്പെട്ട്, അവൻ്റെ നടത്തിപ്പിൽ വിധേയപ്പെട്ട്, അവൻ്റെ ആ ഗൈഡൻസിൽ വിധേയപ്പെട്ട് അവനോട് ചേരുകയാണ് നമ്മൾ. ഈ സ്നാനജലം അത് നമ്മളെ കാണിക്കുന്നു. നമ്മൾ ഓർത്ത പോലെ ഇനിയും ഫറവോനെ പേടിക്കണ്ട, ഇതൊന്നും പേടിക്കണ്ട. ഇസ്രായേൽ ജോർദാൻ കടക്കാൻ വന്ന സമയത്തിൽ മനോഹരമായൊരു ചിത്രമുണ്ട്. ഓ, എന്തൊരു ബ്യൂട്ടി! എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഓടി വരുന്നു. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം എടുക്കുമ്പോൾ നമുക്കത് കാണാം. എന്തോ ഒരു മനോഹരമായ ഭാഗമാണ് ആ 4-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 8 തൊട്ടുള്ള വാക്യം. യോശുവ 4:8. യോശുവ കൽപ്പിച്ച പോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ച പോലെ ഇസ്രായേൽ മക്കൾ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. യോർദാന്റെ നടുവിൽ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്ന് വരെ അവിടെ ഉണ്ട്. ലളിതമായി ഞാൻ പറയട്ടെ, യോർദാൻ കടക്കാൻ വന്ന് നിൽക്കുകയാണ്, കരകവിഞ്ഞൊഴുകയാണ്, കനാൻ നാട്ടിലോട്ട് കയറുകയാണ്.
പാലും തേനും ഒഴുകുന്ന ദേശത്തെ നോക്കി കഴിഞ്ഞ 40 വർഷമായി നടന്ന് അവിടെ വന്ന് നിൽക്കുമ്പോൾ ദൈവം ഒരു കാര്യം അവരോട് പറഞ്ഞു. അവർക്ക് മുമ്പായി പെട്ടകം വെള്ളത്തിലിറങ്ങി, ആ യോർദാൻ 2ആയി കീറി. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ നിന്ന സ്ഥലമുണ്ടല്ലോ, ആ പുരോഹിതന്മാരുടെ കാല് ചവിട്ടി നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുക്കണം. ഒരു കല്ല് ഒരു ഗോത്രത്തെ കാണിക്കുക, 12 ഗോത്രം. ആ 12 കല്ലുകളെടുത്ത് കരയ്ക്ക് കൊണ്ടുവരണം. പക്ഷേ നിങ്ങൾ നിന്ന കരയിൽ നിന്ന് 12 കല്ലെടുത്ത് ഈ ജോർദാൻ്റെ നടുക്കും കൊണ്ടുവെക്കണം. ദൈവം എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? 12 കല്ല് അവർ പാർത്ത് അവിടെ നിന്ന് 12 കല്ലെടുത്ത് ജോർദാൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. ജോർദാൻ്റെ അടിയിൽ കിടന്ന 12 കല്ലെടുത്ത് അവർ കരയ്ക്കും കൊണ്ടുവച്ചു. ദൈവം എന്തിനാ ഇത് ഞാൻ കൽപ്പിച്ചത്? സോന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേ. അവർ നിന്ന സ്ഥലത്തുനിന്നെടുത്ത കല്ലുകൾ കഴിഞ്ഞ 40 വർഷത്തിൻ്റെ പരാജയത്തെ കാണിക്കുന്നു. 40 years of wandering. 40 വർഷം ഉഴന്നു നടന്നു. പരാജയങ്ങൾ, പിറുപിറുപ്പ്, അവരുടെ മരണങ്ങൾ, അവരുടെ ആളുകളെ കുഴിച്ചിട്ടും കൊണ്ട് പരാജയപ്പെട്ട് ഈ മന്ന രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ച് മന്നയല്ലാതെ ഒന്നുമില്ലെന്നവർ പറയത്തക്കവണ്ണം ഇത് മാത്രം കഴിച്ച് വാഗ്ദത്ത നാടിനെ നോക്കി യാത്ര ചെയ്യുക. അതിൻ്റെ കരയ്ക്ക് വന്നു. ആ പഴയ 40 വർഷത്തിൻ്റെ ഓർമ്മകൾ മുഴുവൻ, ആ ജീവിതം മുഴുവൻ ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട് അവരിറക്കി വെച്ചു. യോർദാൻ്റെ വെള്ളം അതിനെ മൂടി. എന്നാൽ വെളിച്ചം കാണാതെ കിടന്ന 12 കല്ലെടുത്ത് മറുകരയിൽ അവർ കൊണ്ടുവന്ന് നാട്ടി. എന്തുവാ സ്നാനത്തിൽ ചെയ്യുന്നത്? ഇത് തന്നെയാണ്. കഴിഞ്ഞ നാളുകളിൽ വന്ന പരാജയങ്ങളും തെറ്റുകളും തോൽവികളും ഒക്കെ എവിടെ പോയി? ആ വെള്ളത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. ഒരു പുതുമനുഷ്യനായി ഞാൻ പുറത്തു വരികയാണ്. ആ ലാസറിനെ കല്ലറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല, അവൻ പിന്നെ ഇരിക്കുന്ന എവിടെയാ? യോഹന്നാൻ 12 വായിക്കുന്ന എവിടെയാ? കർത്താവിനോടുകൂടെ അവൻ പന്തിക്കിരിക്കുക. നാറ്റം വെച്ച് കിടന്ന നമ്മൾ, മരിച്ചു കിടന്ന നമ്മൾ, പാപസംബന്ധമായി മരിച്ചവരായി നമ്മൾ, പാപത്തിന് മരിച്ച നമ്മളെ കർത്താവ്, ആ കർത്താവോടെ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞു തന്നെ അവൻ്റെ കെട്ടടിക്കാൻ പറഞ്ഞു. ഒന്ന് അവൻ ലൂസാകട്ടെ, അവൻ നടക്കട്ടെ. ദൈവസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ, ഈ കെട്ടഴിച്ചുകൊണ്ടിരിക്കുക, അനേക കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല അവനോടുകൂടെ പന്തിക്കിരിക്കുകയാണ്. എന്തൊരു ചിത്രമാത്! സ്നാനത്തിൽ നമ്മളതാ കണ്ടത്. സ്നാനജലത്തിൽ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു. ഞാൻ ജലത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ പുനരുത്ഥാനം പ്രാപിച്ചു. അതിൻ്റെ ഒരു ഏകീഭവമാണ് സംഭവിക്കുന്നത്. എല്ലാ ദൈവജനവും ആ ഏകീഭവിച്ചതിനുള്ള ബന്ധത്തിൽ അവരത് അനുവർത്തിപ്പാൻ ദൈവം കർത്താവ് കൽപ്പന കൊടുത്തു. ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു, ഞാനതുകൂടെ പറയാം. പത്രോസിൻ്റെ ലേഖനം ഒന്നെടുത്താട്ടെ. എൻ്റെ ഓർമ്മയിൽ ഓടി വന്നുകൊണ്ട് ഞാനത് അങ്ങനെ എടുത്തതാണ്. ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. 1 പത്രോസ് 3:20. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിനൊരു മുൻകുറി. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം. ഇത് നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞൊരു കാര്യം ഓർമ്മ, ഇത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. എന്നാൽ ഒരു കാര്യം, ഇത് സ്നാനത്തിന് മുൻകുറിയാണെന്ന് ബൈബിൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അനേക കാര്യങ്ങൾ പറയാൻ കാണും. ഒരു കാര്യം ഞാൻ പറയാം. ഈ 8 പേര് പാപം നിറഞ്ഞ ഒരു ലോകത്തിൽ നിന്ന് പെട്ടകത്തിനകത്തോട്ട് കയറി. ഈ പെട്ടകം തിരിച്ച് ഭൂമിയിൽ ഉറച്ചപ്പോൾ അതേ ലോകത്തിൽ അവർ മടങ്ങി വന്നത്. ബട്ട് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വേൾഡ്. എവിടെ പോയി പഴയ ആ കൂട്ടുകാരുമൊക്കെ? എവിടെ പോയി പഴയ ആ പാപം ചെയ്ത മനുഷ്യരൊക്കെ? ആ ലോകത്തിൽ, അതേ ലോകത്തിൽ അവർ മടങ്ങി വന്നു ജീവിക്കാൻ. പക്ഷെങ്കിൽ അതൊരു പുതിയ ലോകമാണ്. ഇത് സ്നാനത്തിനൊരു മുൻകുറി. നമുക്ക് ആ റോമലേഖനത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ഈ സത്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കാം. 2-ാം വാക്യം, റോമലേഖനം 6-ന്റെ 2-ാം വാക്യം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റി.
എന്ന് നിങ്ങൾ അറിയും. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ച പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? That we should walk in the newness of life. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 11-ാം വാക്യമാണ്. ലേവ്യർ 11:17 വായിക്കുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് എവിടാ? ഹാർട്ടിലാണോ? അല്ല. ബ്രെയിനിലാണോ? അല്ല. പിന്നെ എവിടാ? രക്തത്തിലാണ്. നമ്മുടെ ജീവൻ രക്തത്തിലാണ്. വേദപുസ്തകം പറയുന്നത് രക്തത്തിലാണെന്ന്. എന്നാൽ കാൽവറി ക്രൂശിൽ അവൻ മരിക്കുമ്പോൾ ആ ജീവനായ രക്തം മുഴുവൻ ഊറ്റി കല്ലറയിൽ കൊണ്ടുവന്ന് അവനെ അടക്കി. ആ കല്ലറയിൽ നിന്ന് അവൻ പുനരുദ്ധാനം പ്രാപിച്ചു വന്നപ്പോൾ 40 ദിവസം കൂടി ഭൂമിയിൽ ജീവിച്ചു. അവൻ്റെ ശരീരത്തിൽ രക്തമില്ല. അവൻ്റെ കയ്യിലും വിലാപ്പുറത്തൊക്കെ ആ മുറിവുകളുണ്ട്. അതെന്നോ ശരീരമാണ്? അന്ന് വരെ ലോകം കാണാത്തൊരു ശരീരം പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേൽക്കാണ്. ഇൻ ദ ഗ്ലോറി, സ്പ്ലെൻഡർ ഗ്ലോറി ഓഫ് ഹിസ് ഫാദർ. 40 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു പുനരുദ്ധാന ശേഷം. ലോകത്തിലാ ജീവിച്ച, പക്ഷെ അവൻ ലോകക്കാരനാണോ? അല്ല. അവൻ സ്വർഗീയനായി, അവൻ വേറെ ഒരു ജീവന്റെ ഉടമയായി ഈ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, that we also should walk in the newness of